ഹലോ എവരി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: സോൾവ് ദ ലീനിയർ ഇക്വേഷൻസ്. നമുക്കൊരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 5x plus 9y minus 6z equal to 40, x plus 2y plus 6z is equal to 10 and 6x minus 2y plus 8z is equal to 50. ഇതിനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഗൂഗിൾ കൊലാബ് ആൻഡ് പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഇതിന് നമുക്ക് ഒരു മെട്രിക്സ് ഇൻറ്റു നമ്മളുടെ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. അപ്പം ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. സോ 5, 9, -6, 1, 2, 6, 6, -2, 8. ഈ കോഎഫിഷ്യൻസ് 5, 9, -6 അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് 5x plus 9y minus 6z is equal to 40. അത് നമ്മൾ ഈ സൈഡിൽ എഴുതും. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് 2y പ്ലസ് 6z is equal to 10. 6x minus 2y plus 8z is equal to 50. ഇങ്ങനെ മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. 3x3 മെട്രിക്സിനെ ക്യാപിറ്റൽ എ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാണ്. എക്സ് വൈ ഇസഡിനെ ക്യാപിറ്റൽ എക്സ് വെച്ച് ദറ്റ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ബി മെട്രിക്സിനെ എഴുതുകയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് വൈ ഇസഡ് ആണ്. അപ്പം ഈ എക്സ് വൈ ഇസഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് വരും. അപ്പം നമുക്ക് എ ഇൻവേഴ്സ് ബി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എക്സ് വൈ ഇസഡ് കിട്ടും. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3x3 മെട്രിക്സ് എ എന്ന് വെച്ചാൽ ഒരു 3x3 മെട്രിക്സ് ആണ്. അത് നമ്മൾ പൈത്തണിൽ എഴുതണം. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ പൈത്തൺ NP ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഓൾറെഡി നമ്മൾ മെട്രിക്സ് എൻ്റർ ചെയ്യാനൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 3x3 എ ഈക്വൽ ടു np.array. ഓക്കെ, നമ്മൾ ആദ്യമേ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് numpy ആസ് NP. കാരണം ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് നമ്പേഴ്സ് എല്ലാം ഈ ന്യൂമറിക്കൽ പൈത്തണിനകത്താണ് ഉള്ളത്. അതിനുശേഷം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3x3 മെട്രിക്സ് ആണ്. സോ np.array നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ നമ്പേഴ്സ് കൊടുക്കും. ഓൾറെഡി നമ്മൾ ഒരു 3x3 മെട്രിക്സ് എങ്ങനെ എൻ്റർ ചെയ്യുന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5, 9, -6, കോമ സ്ക്വയർ ബ്രാക്കറ്റിൽ പിന്നെ സെക്കൻഡ് റോ 1, 2, 6 സ്ക്വയർ ബ്രാക്കറ്റ് കോമ ലാസ്റ്റ് റോ 6, -2, 8 അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് എണ്ണം പിന്നെ നോർമൽ ബ്രാക്കറ്റ്. അടുത്ത ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്. ബി നമ്മൾ എന്ത് ചെയ്യണം, കോളം മെട്രിക്സിൻ്റെ ഫോമിൽ എൻ്റർ ചെയ്യണം. ബി ഈക്വൽ ടു np.array ബ്രാക്കറ്റിനകത്ത് ഓരോ എലമെൻറ്റും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും, ബി ഇങ്ങനെ ഒരു 40, 10, 50 എന്നുള്ളൊരു കോളം മെട്രിക്സ് കിട്ടും. ഇത് രണ്ടും എൻട്രി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻവേഴ്സിന് നമുക്ക് കമാൻഡ് ഉണ്ട്. അതുപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് എടുത്ത് അതിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോഴത്തേക്ക് ഫൈനൽ ആൻസർ നമുക്ക് എക്സ് വൈ ഇസഡ് കിട്ടും. അപ്പം ഗൂഗിൾ കൊലാബിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മളെ എയിം എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓഫ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ പൈത്തൺ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇമ്പോർട്ട് numpy, ന്യൂമറിക്കൽ പൈത്തൺ numpy ആസ് NP ആയിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അത് ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം എ ഈക്വൽ ടു നമ്മളുടെ 3x3 മെട്രിക്സ് ഇവിടെ എഴുതിയ ഇത് എൻ്റർ ചെയ്തു. ദിസ് വൺ np.array ഇത് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പം np.array ഓഫ് ആ 3x3 മെട്രിക്സ് എൻ്റർ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 3x3 മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി സെക്കൻഡ് എന്താ എൻ്റർ ചെയ്യേണ്ടത്, നമ്മളുടെ ബി മെട്രിക്സ് എൻ്റർ ചെയ്യണം. അതും ബി ഈക്വൽ ടു np.array ഓഫ് നമ്മൾ കോളമായിട്ട് ഓരോ എലമെൻറ്റും സ്ക്വയർ ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് ചെയ്ത് കോമ സെപ്പറേറ്റ് ചെയ്ത് ഒരു കോളമായിട്ട് ബി എൻ്റർ ചെയ്ത് നമുക്ക് ബി ഒന്ന് റൺ ചെയ്ത് നോക്കാം.
അപ്പോഴത്തേക്ക് 40, 10, 50 എന്നുള്ള നമ്പർ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കാണെങ്കിൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് പൈലാബ് എന്നുള്ള ഇതിനകത്താണ് നമുക്ക് ഇൻവേഴ്സ് എന്നുള്ള കമാൻഡ് ഉള്ളത്. സോ ഫ്രം പൈലാബ് ഇമ്പോർട്ട് സ്റ്റാർ y ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എ. ഇപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ പൈലാബിനകത്ത് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ സൊല്യൂഷന് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? എ ഇൻവേഴ്സ് ബി. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എ ഇൻവേഴ്സ് ബി. അപ്പോൾ ഇൻവേഴ്സ് എന്നുള്ള കമാൻഡ് ഉണ്ട്, ഇൻവേഴ്സ് ഓഫ് എ. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഡോട്ട് ഓഫ് പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ എക്സ് കിട്ടും. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഡോട്ട് ഓഫ് ബി, ദിസ് ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് വൈ ആണ്. സോ പ്രിന്റ് വൈ എന്ന് കൊടുക്കുക. പ്രിന്റ് വൈ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് തരികയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ് അതിൻ്റെ മെട്രിക്സ് ഫോമിലാക്കുക. എ മെട്രിക്സ് എൻ്റർ ചെയ്യുക, ബി മെട്രിക്സ് എൻ്റർ ചെയ്യുക. ബി എപ്പോഴും ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. അതിനുശേഷം ഇൻവേഴ്സ് കമാൻഡ് യൂസ് ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെയും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.